ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരുപാട് പേർ ആഗ്രഹിച്ച് നടക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മളിന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുടെ അപരനാമങ്ങളാണ് ആദ്യം നോക്കുന്നത്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. ലോക് നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. ലോകഹിതവാദി ഗോപാൽ ഹരി ദേശ്മുഖ്. ലോക്പ്രിയ എന്നറിയപ്പെടുന്നത് ഗോപിനാഥ് ബർദോളി. മഹാമാന എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യ. ഗുരുദേവ് ടാഗോർ. കവിഗുരു രവീന്ദ്രനാഥ ടാഗോർ. രാഷ്ട്രഗുരു സുരേന്ദ്രനാഥ ബാനർജി. ഗുരുജി എം.എസ്. ഗോൾവാർക്കർ. ബാബുജി ജഗ്ജീവൻ റാം. ബാപ്പുജി ഗാന്ധിജി. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ലോകമാന്യ തിലകൻ, ലോക് നായക് ജയപ്രകാശ് നാരായണൻ, ലോകഹിതവാദി ഗോപാൽ ഹരി ദേശ്മുഖ്, ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി, മഹാമാന മദൻ മോഹൻ മാളവ്യ, ഗുരുദേവ് ടാഗോർ, കവിഗുരു ടാഗോർ, രാഷ്ട്രഗുരു സുരേന്ദ്രനാഥ ബാനർജി, ഗുരുജി എം.എസ്. ഗോൾവാർക്കർ, ബാബുജി ജഗ്ജീവൻ റാം, ബാപ്പുജി ഗാന്ധിജി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. നെഹ്റുവിനെ ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിച്ചത് ഗാന്ധിജി. സുഭാഷ് ചന്ദ്രബോസിനെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിളിച്ചത് ഗാന്ധിജി. സുഭാഷ് ചന്ദ്രബോസിനെ ദേശ് നായക് എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത് ഗാന്ധിജി. ടാഗോറിനെ എൻ്റെ ഗുരുനാഥൻ എന്ന് വിളിച്ചത് ജവഹർലാൽ നെഹ്റു. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ, നെഹ്റുവിനെ ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് വിളിച്ചത് ടാഗോർ, ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്, സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിച്ചത് ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസിനെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിളിച്ചതും ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസിനെ ദേശ് നായക് എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ, രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത് ഗാന്ധിജി, രവീന്ദ്രനാഥ ടാഗോറിനെ എൻ്റെ ഗുരുനാഥൻ എന്ന് വിളിച്ചത് ജവഹർലാൽ നെഹ്റു. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ഹസ്രത്ത് മൊഹാനി. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് ഭഗത് സിംഗ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് സുഭാഷ് ചന്ദ്രബോസ്.
ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രോസ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ചിത്തരഞ്ജൻ ദാസ് അല്ലെങ്കിൽ CR ദാസ്. ബംഗബന്ധു എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ഹസ്രത്ത് മൊഹാനി. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് ഭഗത് സിംഗ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് സുഭാഷ് ചന്ദ്രബോസ്. ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രോസ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ചിത്തരഞ്ജൻ ദാസ് അല്ലെങ്കിൽ CR ദാസ്. വംഗബന്ധു എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ. രാഷ്ട്രീയ ഗുരുക്കന്മാരാണ് പഠിക്കാൻ പോകുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു MG റാനഡെ. മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു CR ദാസ് അല്ലെങ്കിൽ ചിത്തരഞ്ജൻ ദാസ്. BR അംബേദ്കറിൻ്റെ രാഷ്ട്രീയ ഗുരു ജ്യോതിറാവു ഫുലെ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. രാഷ്ട്രീയ ഗുരുക്കന്മാർ: ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു MG റാനഡെ. മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു CR ദാസ്. BR അംബേദ്കറിൻ്റെ രാഷ്ട്രീയ ഗുരു ജ്യോതിറാവു ഫുലെ. ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ പ്രധാന പദവികൾ വഹിച്ച വ്യക്തികൾ: ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് ആറാമൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ INC പ്രസിഡന്റ് JB കൃപലാനി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ KPCC പ്രസിഡന്റ് K കേളപ്പൻ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് ആറാമൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. INC പ്രസിഡന്റ് JB കൃപലാനി. KPCC പ്രസിഡന്റ് K കേളപ്പൻ. തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനെ. ബ്രിട്ടീഷുകാർ വേഷം മാറിയ രാജദ്രോഹി എന്ന് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ വിപ്ലവ ചിന്തകളുടെ പിതാവ് ബിപിൻ ചന്ദ്രപാൽ. ഇന്ത്യൻ സായുധ കലാപത്തിൻ്റെ പിതാവ് വസുദേവ് ബൽവന്ത് ഖഡ്കെ. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് മാഡം ഫിക്കാജി കാമ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്
ബാലഗംഗാധര തിലകനെ ബ്രിട്ടീഷുകാർ വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ വിപ്ലവ ചിന്തകളുടെ പിതാവ് ബിപിൻ ചന്ദ്രപാൽ. ഇന്ത്യൻ സായുധ കലാപത്തിൻ്റെ പിതാവ് വസുദേവ് ബൽവന്ത് ഖഡ്കെ. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് മാഡം ഫിക്കാജി കാമ. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ. ഇന്ത്യയുടെ വന്ധ്യവയോധിക അരുണ ആസിഫ് അലി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ. ഇന്ത്യയുടെ വന്ധ്യവയോധിക അരുണ ആസിഫ് അലി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് കഴ്സൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ റോബർട്ട് ക്ലൈവ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് കഴ്സൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ റോബർട്ട് ക്ലൈവ്. ഗാന്ധിജി തൻ്റെ വ്യക്തി സത്യാഗ്രഹത്തിൻ്റെ ആദ്യ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആചാര്യ വിനോബ ഭാവെ. രണ്ടാമത്തെ വ്യക്തി ജവഹർലാൽ നെഹ്റു. തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി കെ കേളപ്പൻ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഗാന്ധിജി തൻ്റെ വ്യക്തി സത്യാഗ്രഹത്തിൻ്റെ ആദ്യ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആചാര്യ വിനോബ ഭാവെ. രണ്ടാമത്തെ വ്യക്തി ജവഹർലാൽ നെഹ്റു. ആദ്യ മലയാളി കെ കേളപ്പൻ. കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. PDF നോട്ട് ലഭിക്കുന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.